ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നലെ 25,822 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു 34 പോയിന്റ് മൈനസിൽ 25,788 എന്ന ലെവലിലാണ് ഓപ്പൺ ആയത്. എന്നാൽ ആദ്യത്തെ 5 മിനിറ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം, കേവലം 1 മിനിറ്റിൽ തന്നെ ഓപ്പൺ ചെയ്ത അതേ പോയിന്റിൽ നിന്നും കൃത്യമായും 25,907 എന്ന് പറയുന്ന അത്രയും വലിയ ഒരു മൂവ്മെന്റ് ആണ് നിഫ്റ്റി തന്നിരുന്നത്. ഏതാണ്ട് 120ഓളം പോയിന്റിന്റെ ഒരു അപ്പ് മൂവ് വളരെ ഫാസ്റ്റായി. എന്നാൽ വീണ്ടും അതൊരു റെസിസ്റ്റൻസ് ലെവൽ വരെ ആയിരുന്നു ചെന്നിരുന്നത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്നത് 26,000 മുകളിലായിരുന്നു. എങ്കിലും ഇത്തരത്തിലൊരു മൂവ്മെന്റ് ലഭിച്ചേക്കാം എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇത് നമ്മൾ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് അതിന് താഴെയാണ് ഓപ്പൺ ആയത്. എങ്കിലും അവിടെ നിന്നും ഒരു കൺഫ്യൂഷന് സാധ്യത തരാതെ ആദ്യത്തെ ഫസ്റ്റ് മൂവ്മെന്റ് തന്നെ ഇത്രയും പോയിന്റ് മൂവ് ചെയ്തു. എന്നാൽ തുടർന്നുള്ള ക്യാൻഡിലുകൾ പരിശോധിച്ചാൽ ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നില്ല. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിൽ വന്ന് കൃത്യമായും ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മൂവ് റിവേഴ്സൽ തന്നിരുന്നു. അത് നമുക്ക് ലഭിച്ചത് ഏതാണ്ട് 50ലധികം പോയിന്റ് ആണ്. ഈ ലെവലിൽ നിന്നും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് ശ്രമിച്ചവർക്കും ഒരു ടാർഗറ്റ് ലഭിച്ചിരുന്നു. എന്നിരുന്നാലും അതത്ര ഈ മൂവ്മെന്റിനനുസരിച്ച ഒരു ടാർഗറ്റ് ആയിരുന്നില്ല. അപ്പോൾ ഈ ഏരിയയിൽ ടെസ്റ്റ് ചെയ്തു, വീണ്ടും റിവേഴ്സ് വന്നു. എന്നാൽ പുതിയ അപ്വേർഡ് മൂവ് തരുന്നില്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് കൃത്യമായും ഈ ലെവലിൽ നിന്നും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞതാണ്. ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാനും കഴിഞ്ഞിരുന്നു. പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് തീർച്ചയായും ഡേയ്സ് ലോ അതല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലായിരുന്നു. എന്നാൽ ഇത് വളരെ നല്ല ഒരു ട്രേഡ് ആയിരുന്നു. ഈ ട്രേഡുകളെല്ലാം ഫസ്റ്റിലത്തെ ഈ മൂവ്മെന്റ് ചെറിയ പോയിന്റുകൾക്ക്, അത് ഓടുന്ന വണ്ടിയിൽ ചാടി കയറുന്ന രീതിയിൽ ട്രേഡ് ചെയ്തവർക്കാണ് അത് ലഭിച്ചത് എന്ന് ഉറപ്പാണ്. എന്തായിരുന്നാലും അത്തരം ഒരു സ്കാൾപ്പിംഗ് അവർ ചെയ്തിരുന്നു. വിപതി ധൈര്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആക്ച്വലി അതൊരു ട്രേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റീറ്റെയിൽ ട്രേഡർക്ക്, ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ചത് അത്ര വലിയ ഒരു ട്രേഡിംഗ് സിറ്റുവേഷൻ ആണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ അതൊരു ട്രേഡ്, ദാറ്റ്സ് ഓൾ. എങ്ങനെയായിരുന്നാലും അതും പ്രോഫിറ്റ് പലരും തന്നിരുന്നു. എന്നാൽ തുടർന്ന് ഈ ലെവൽ പരിശോധിച്ച് അതും ട്രേഡ് പോസിറ്റീവ് ലഭിച്ചിരുന്നു. എന്നാൽ ഇവിടെ നിന്നും ഇത് കൃത്യമായി പരിശോധിക്കുമ്പോൾ ഈ ലെവലിൽ നിന്നും അപ്വേർഡ് പോകുന്നില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ എൻട്രി എടുത്ത് കൃത്യമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ടാർഗറ്റ് ഡൗൺ ഡേയ്സ് ലോ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം, ഇന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഇന്നലത്തെ ഡേയ്സ് ലോയ്ക്ക് താഴെയാണ് ഓപ്പൺ ചെയ്തത്. കാര്യം അപ്വേർഡ് പോയെങ്കിൽ പോലും ആ തരത്തിൽ ട്രേഡ് ചെയ്ത് നല്ല റിസൾട്ട് തന്നവരും ഉണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആയി ട്രേഡ് ചെയ്ത് വീണ്ടും പ്രോഫിറ്റ് അക്യൂമുലേറ്റ് ചെയ്തവരുമുണ്ട്. ഈ ലെവലിൽ നിന്ന് വീണ്ടും ഒരു റിവേഴ്സൽ കിട്ടി. അത് ഇന്നലത്തെ ഡേയ്സ് ലോയിലോട്ടായിരുന്നു. ആ ലെവലിൽ നിന്നും റിജക്ഷൻ കിട്ടുമ്പോഴും ട്രേഡ് ചെയ്തിരുന്നു. എന്നാൽ പുതിയ ടാർഗറ്റ് ലഭിക്കുമെന്ന് കരുതി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 25,705 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യാതെ ഇൻഡെക്സ് തിരിച്ചു കയറുകയാണ് ചെയ്തത്. അതിനുശേഷമുള്ള ഏരിയ തീർത്തും കൺസോളിഡേഷൻ എന്ന രീതിക്കാണ് പോയിരുന്നത്. കൃത്യമായ ലെവലുകളിൽ നിന്നുകൊണ്ട് ട്രേഡ് എടുത്തവർ ഈ ലെവലിൽ വന്നപ്പോൾ വീണ്ടും ട്രേഡ് എടുത്തവർക്കും ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ മാത്രമേ ഏൺ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ അത് അത്ര വലിയൊരു ട്രേഡബിൾ പോയിന്റുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും കൺസോളിഡേഷൻ ലെവലുകളാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേസമയം ഈ ലെവലിൽ ചെന്നതിന് ശേഷം വീണ്ടും ഒരു പുതിയ ഡേയ്സ് ലോ തരികയായിരുന്നെങ്കിൽ ട്രെൻഡ് ലഭിച്ചേനെ. എന്നാൽ ഇവിടെ ട്രെൻഡ് നഷ്ടപ്പെട്ട് കൃത്യമായും ഒരു കൺസോളിഡേഷനാണ് ലഭിച്ചത്. അപ്പോൾ ഇന്ന് ലഭിച്ചേക്കാവുന്ന ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. നമുക്കറിയാം, നാളെ ഒക്ടോബർ 2 മാർക്കറ്റ് അവധിയാണ്. മൊത്തത്തിലത് ഹോളിഡേ ആണ്. അപ്പോൾ ഒക്ടോബർ 3 നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്നാണ് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇത് പൂർണ്ണമായും എൻ്റെ ആവശ്യത്തിലേക്ക് ഞാൻ തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാനാണ്. എൻ്റെ അറിവ് വെച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ മാത്രം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. താല്പര്യമുള്ളവർ ഉപയോഗിക്കുക എന്നല്ലാതെ ഞാൻ ഒരാളോട് പോലും ഇത് ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്നില്ല. തീർച്ചയായും നിങ്ങൾക്ക് ഇതൊരു കൺവിക്ഷൻ, ഇത് ഒരു ക്ലാരിറ്റി ഉണ്ട് എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കുക. അതല്ലാതെ ഞാൻ ഒരാളെ പോലും ഈ തരത്തിൽ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നോ പ്രേരിപ്പിക്കുന്നോ ഇല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ
25,790 എന്ന ലെവലിലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് രേഖപ്പെടുത്തിയേക്കുന്നത്. അതുപോലെ തന്നെ 25,738 എന്ന ലെവലിൽ ഇന്നത്തെ ഡേയ്സ് ലോയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന റെസിസ്റ്റൻസ് എന്ന് ഞാൻ കണക്കാക്കുന്നത് 26,170 ലെവൽ തന്നെയാണ്. അത് കുറെ ഉയരത്തിലാണ്. എന്നാൽ അതിനിടയിൽ 25,915, 995, 26,096 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത മാർക്കറ്റ് ദിനത്തിൽ, അതായത് വ്യാഴാഴ്ച, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നത് എങ്കിൽ അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഗ്രാജുവലി 25,995, 26,096, 26,170 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. അത് അടുത്ത ദിവസം തന്നെ ഒറ്റ ദിവസം ലഭിക്കണമെന്നില്ല. എങ്കിലും ഈ തരത്തിൽ സിക്സ് ആഗായി പ്രൈസ് അപ്വേർഡ് തന്നെ പോയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അപ്പോൾ അതിനനുസൃതമായ രീതിയിൽ സ്റ്റോപ്പ് ലോസ് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി അല്ലെങ്കിൽ ന്യൂലി ജനറേറ്റഡ് ആയ സ്റ്റോപ്പ് ലോസുകളിൽ നിന്നുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ഡേയ്സ് ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 25,612, 495, 445, 375, 326 എന്നിങ്ങനെയുള്ള ടാർഗറ്റ് ലെവലുകൾ. എന്നാൽ 25,445 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നിഫ്റ്റിയിലെ ട്രേഡിംഗ് പ്ലാൻ. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 52,910 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിക്ക് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ 52,816 എന്ന ലെവലിൽ ഒരു മൈനർ സപ്പോർട്ട്, അതായത് ഇന്നത്തെ ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 53,816 എന്ന് പറയുന്ന മേജർ റെസിസ്റ്റൻസ് ലെവലുകളിലേക്കാണെങ്കിലും അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസ് പോയിന്റായി 53,360, 585 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 53,360 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവലുകൾ 53,585, 816 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം ഇത് വളരെ ഉയർന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ ആ ലെവലിലോട്ട് ഇവിടെ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം അത്രയും വലിയൊരു മൂവ് ലഭിച്ചോളണമെന്നില്ല. ഒരുപക്ഷെ ഇന്നത്തെ ഉയരത്തിന് മുകളിലോ അല്ലെങ്കിൽ ഈ ലെവലിന് മുകളിൽ കയറി ഈ ലെവലിന് 53,125, 30 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ വരെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിലും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ അപ്പോൾ ഡയറക്ഷൻ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുകയാണെങ്കിലും കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതാണ് ഞാൻ. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. അത്തരത്തിലും ട്രേഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഈ പറഞ്ഞതുപോലെ 53,125 എന്ന ലെവലിന് മുകളിലോട്ട് കിടക്കാതെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ 53,120, 25 എന്ന ലെവലുകൾ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന ലെവലിൽ കണ്ടുകൊണ്ടും സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത്
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവൽ 53,125-28 എന്ന് പറയുന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഡേയ്സ് ലോ ആണ്. അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ അല്പം കൂടി മാർക്കറ്റ് വീക്കായി ഏക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 52,602, 52,449, 52,261 എന്നിങ്ങനെയുള്ള ലെവലുകൾ. അതിൽ 261 അല്പം സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അടുത്തായി സെൻസെക്സിലെ ലെവലുകൾ നോക്കാം. 84,259 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവല്. അതുപോലെ തന്നെ ആദ്യത്തെ റെസിസ്റ്റൻസ് 84,651, 84,923, 85,207, 85,482 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. 482, 85,482 പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 84,651 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് 84,923, 85,207, 482 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നതാണ് പ്രതീക്ഷ. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അതല്ലെങ്കിൽ ന്യൂലി കിട്ടുന്ന നമുക്ക് പുതുതായി മാർക്കറ്റ് പ്രൈസ് ഇട്ട് തരുന്ന സ്റ്റോപ്പ് ലോസ് ലെവലുകൾ ഉപയോഗിച്ച് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രൈസ് ഡിക്ലൈൻ ആവുകയാണ് എന്ന് നമുക്കൊരു ബോധ്യമാവാൻ ഇന്നത്തെ ലോയ്ക്ക് താഴെ അതായത് 84,093 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് വേണ്ടത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അല്പം കൂടി വീക്കായേക്കാം, ഡിക്ലൈൻ ആകാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റാണ് 83,772, 410, 83,069 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ. അതിനകത്ത് 83,410 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. അടുത്ത 3/10/2024 വ്യാഴാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് പ്ലാനാണിത്. അപ്പോൾ നിങ്ങൾക്ക് 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്കും ഷെയറും കമൻറ്റുകളുമാണ് നമ്മുടെ ചാനലിൻ്റെ സപ്പോർട്ട്. ദയവായി നിങ്ങൾ അവ നൽകിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ദിവസത്തെ അവധിക്ക് ശേഷം മാർക്കറ്റ് തുറന്നു വരുമ്പോൾ നല്ല മൂവ്മെന്റ് ഉണ്ടാവട്ടെ. എല്ലാ ഇൻഡെക്സുകളിലും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്